ഇതിൽ ഒരാള് കയറി വന്നപ്പോൾ നിനക്ക് അറിഞ്ഞൂടെ? ഇല്ല ഒന്നുമില്ല. നേരത്തെ ചായ ഇട്ട് വെച്ചിട്ട് അത് തണുത്തപ്പോ വീണ്ടും ചൂടാക്കിയല്ലേ? അല്ലെ പിന്നെ അത് വേസ്റ്റ് ആകുമ്പോ വേസ്റ്റ് കുടിക്കാനാണോ ഞാൻ? ഇതിനകത്ത് എന്തോ ഒരു മണം. ക്ലോറിൻ ഇട്ടാന്നല്ലോ. ഈ വെള്ളത്തിനാ ചായക്കും ചെറുതായിട്ടുണ്ടോ? കുറച്ച് എല്ലാ അളവിലിടണം, ശ്രദ്ധിച്ചിടണം. പുതിയ ആളൊക്കെ വരുമ്പോണ്ടല്ലേ നല്ല ഇതായിരിക്കണം. കുറച്ചൊരു ഉത്തരവാദിത്തം വേണം നിനക്ക് കേട്ടാ. എനിക്കെന്താ കുഴപ്പം? അല്ല, നീ കുറച്ച് ശ്രദ്ധിക്കണം കാര്യങ്ങളൊക്കെ. നീ എഴുന്നേക്കണ സമയം എപ്പോഴാണ്? ആ, കൊച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുന്നേക്കണം. കാരണം നമ്മളെ കണ്ടല്ലേ പഠിക്കേണ്ടത്. അത് ഇത്ര നാളൊന്നും അറിയത്തില്ലായിരുന്നല്ലോ. ഇനിയിപ്പോ അങ്ങനെയാണ്. ഇനിയിപ്പോ വരുമ്പോഴത്തേക്ക് നമ്മളെ കണ്ടല്ലേ പഠിക്കണം മക്കള്. അങ്ങനെ വേണം. അതെ ഏട്ടാ, ഈ ചെറിയ വെച്ചായിരിക്കും അതോ വലിയ വെച്ചായിരിക്കോ? എന്റെ എത്ര ഉള്ള വെച്ചാ? അതല്ല, ചെറിയ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊന്നും അറിയില്ല. ചെറിയ വെച്ചെന്നായിരിക്കും. തീരെ പൊടി കൊച്ചു വേണ്ട, നമുക്കത് പറയാലോ. തീരെ കൊച്ചാണെങ്കിൽ നമുക്കൊന്നും കൊണ്ടു നടക്കാനൊന്നും പറ്റില്ല. നമുക്ക് അറിഞ്ഞോണ്ടല്ലോ, കൊച്ചു കിടന്ന് എപ്പോഴും കരഞ്ഞോണ്ടിരിക്കും. നമുക്കൊന്നും അറിയാതെ ഓടേണ്ടി വരും. കൊച്ചിന് സമയത്ത് പാൽ കൊടുക്കണം, ആകെ പെട്ടുപോകും. കൊച്ചിയുടെ ഒരു 4-5 വയസ്സൊക്കെ ഉള്ള അങ്ങനെ പറയാൻ പറ്റുമോ അവിടെ? അങ്ങനെ ചോദിച്ചു നോക്കാം. നമുക്ക് അറിഞ്ഞൂടാ, നമ്മളിക്കൂടെ വന്നാൽ നമുക്ക് അതിനെ പറ്റി കാര്യങ്ങൾ കൂടുതലായിട്ട് ചോദിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഈ ആൺകുട്ടിയായിരിക്കും പെൺകുട്ടിയായിരിക്കും? ആണായാലും പെണ്ണായാലും തടി കൊച്ചുങ്ങൾ നമ്മളെ മക്കളല്ലേ, ആരായാലും നമ്മളെ മക്കളാണ്. ഇച്ചിരി കൂടെ വലിയ വെച്ച് മതി അല്ലേ? ഇത്തിരി ഒരു സ്കൂളിലൊക്കെ പോയി തുടങ്ങുന്നതിന് മുമ്പുള്ള ആണെങ്കിൽ നന്നായി. പിന്നെ എല്ലാം ഭാഗ്യം പോലെ. നമ്മൾ വിചാരിക്കണതൊക്കെ നടക്കണമെന്നില്ലല്ലോ. ഈ പറഞ്ഞ കണക്ക് നമുക്ക് ആഗ്രഹിക്കാം, പക്ഷെ ആഗ്രഹങ്ങൾ ഇപ്പം മനസ്സിൽ വെച്ചിരിക്കുക. എല്ലാരും ഒക്കെ ചോദിച്ചു തുടങ്ങിയേട്ടാ. ആര്? അപ്പുറത്തെ ചേച്ചിയൊക്കെ ചോദിച്ചു തുടങ്ങി. ഈ നാട്ടുകാർക്ക് എന്തിന്റെ കുഴപ്പമൊന്നും? കല്യാണം കഴിച്ച ആളുകൾ ചോദിക്കും, അല്ല കല്യാണ പ്രായമാകുമ്പോൾ ആൾക്കാർ ചോദിക്കും കല്യാണം കഴിക്കുന്നില്ലേ ചോദിക്കും. കല്യാണം കഴിയുമ്പോഴാ വിശേഷമൊന്നുമില്ലേ? കേട്ട് നമ്മൾ മടുത്താണ്. അതല്ലേട്ടാ, ഇപ്പൊ എല്ലാരും അറിഞ്ഞ് അതെങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നത്. ക്ലീറ്റോവും തങ്കും കൂടെ നാട് താമക്കൊന്നും സന്തോഷം കേട്ടാ. അവളെല്ലാരും പറഞ്ഞാണ് ചിലപ്പോ. അതാ എല്ലാരും ചോദിക്കുന്നത്, എന്താ കൊണ്ടുവരാത്ത, എന്താ കിട്ടിയില്ലേന്ന് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക. ഇവിടെ കിട്ടി, നമ്മൾ അകത്ത് വെച്ചിരിക്കുകയാണ്. സമയമാകുമ്പോ എടുത്ത് പുറത്ത് വയ്ക്കുന്ന പറഞ്ഞാൽ കുഞ്ഞ് ജനിക്കണ തന്നെ 10 മാസം വേണ്ടേടി. അതൊക്കെ ശരി തന്നെയാ. എന്തൊരു അതൊക്കെ അടച്ചാ നീ. എന്താണ് രാവിലെ തന്നെ? എന്താണ്ട് കുതന്ത്രം കൂട്ടുകാരനായിട്ട് ആലോചിക്കാനാന്ന് തോന്നണല്ലോ. അയ്യോ, കുതന്ത്രവും കുത്തിത്തിരിപ്പൊക്കെ നിന്റെ ഭർത്താവ് ഹോസ്റ്റലായിട്ട് ഏറ്റെടുത്തിക്കല്ലേ, ആർക്കും വിട്ടുകൊടുക്കൂലല്ലോ. എവിടെ ഇല്ലേ ക്ലീറ്റസ് 14-ാമൻ? ഓ, ക്ലീറ്റോന് അങ്ങനെ വെറുതെ ഇരിക്കാനൊന്നും നേരമില്ലാന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ. എന്തായിരുന്നു? ക്ലീറ്റോന് ഇഷ്ടം പോലെ പണിയുണ്ട്. എന്താ അകത്തിരുന്ന് കുത്തിക്കുറിക്കുന്നുണ്ട്. നീങ്ങ് വാ. എന്തിന്? ഒരു സന്തോഷ വാർത്ത പറയാണ്ട് വാ. എന്താന്ന് പറയേ? വാ പറയാം. കനകോ, നമ്മളെ കൊച്ചിനെ ദത്തെടുക്കണില്ലേ, അതിനെ കുറിച്ച് വാ. കനക, ശിവ എവിടെ പോയി കിടക്കുന്നത്? എവിടെയാണ് പോയി കിടക്കുന്നത്? എത്ര വിളി വിളിച്ചു? ഞാൻ അടുക്കളയിൽ അവളൊന്ന് സഹായിക്കായിരുന്നത്. ഓഹോ, ആ പരിപാടിയൊക്കെ ഉണ്ടാ? പിന്നല്ലേ, ജീവിച്ചു പോട്ടെ നമുക്ക്. പറയാം. ഡേയ്, ഞാൻ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ശിശുക്ഷേമ വകുപ്പിലേക്ക് വിളിപ്പിച്ച ആളെ വിട്ടു. അപ്പോൾ അവർ പറഞ്ഞത് നിന്റെ അടുത്ത് ഒരു അപേക്ഷ കൊടുക്കാൻ. ആദ്യം നീ അപേക്ഷ കൊടു, ബാക്കി കാര്യം നമുക്ക് പിന്നാലെ ചെയ്യാം. പക്ഷെ ഉടനെ കിട്ടും. അല്ല, ഈ അപേക്ഷ കൊടുക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാ, ശിശുക്ഷേമ സമിതിയിൽ ഇപ്പൊ അപേക്ഷ സ്വീകരിക്കണില്ല എന്ന് ഞാൻ അന്വേഷിച്ച പറഞ്ഞേ. അല്ല, അത് കുറച്ച് ദിവസത്തിന് മുമ്പ് അങ്ങനെ ആയിരുന്നു. ഇപ്പൊ വീണ്ടും ഒരു അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയല്ലേ? അല്ലേ, വേറെ കാര്യം ഉണ്ടേ, ഇത് കൊടുത്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം 8-10 വർഷം മുമ്പ് കൊടുത്തവരെ പോലും ഇപ്പോഴും പരിഗണിച്ചിട്ടില്ല. പക്ഷെ അവന്റെ പാർട്ടിയുടെ ഒരു സ്വാധീനം വെച്ചിട്ട് നടക്കൂലല്ലേ? പാർട്ടി സ്വാധീനം ഇവിടെ പ്രധാനമന്ത്രിയുടെ റെക്കമെൻഡേഷൻ കൊടുത്തിട്ട് പോലും കൊടുത്തില്ല എന്നാ പറയാം. പ്രധാനമന്ത്രി റെക്കമെൻഡേഷൻ നിനക്ക് അങ്ങനെ അറിയാം? ഇടേ, ഇതൊക്കെ ഞാനും നിന്നെ പോലെ ഒരു പൊതുപ്രവർത്തകൻ തന്നെ, എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കല്ലേ. ഇതിപ്പോ നമുക്കൊരു അങ്ങനെ ഒരു ആവശ്യം വന്ന അല്ലേ, എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് എപ്പോഴും വന്നാലും എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഇടേ, നല്ല കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും ഒരു നല്ല വശമുണ്ട്, ദൂഷ്യവശമുണ്ട്. അതിന് ആ വശങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല.
അളിയാ ഇപ്പോൾ നമ്മൾ എവിടെ കിടക്കുന്ന ഒരു കൊച്ചിന് ആരുടെയോ കൊച്ച് നമുക്ക് ഒരു പരിചയമില്ലാത്തൊരു കൊച്ചിനാണ് നമ്മളിവിടെ എടുത്തുകൊണ്ട് വരുന്നത്. അത് വളർന്നു വരുമ്പോൾ അതിൻ്റെ സ്വഭാവം എങ്ങനെയാവും, അതിൻ്റെ പ്രവൃത്തികൾ എങ്ങനെയാവും, പെരുമാറ്റം എങ്ങനെയാവും വല്ല അറിയാമോ? അതളിയ ഇപ്പൊ നമുക്കിപ്പോ ഇങ്ങനെയുള്ള കുട്ടികൾ നമുക്ക് അങ്ങനെ അറിയില്ലല്ലോ. പരിചയമുള്ള കാര്യം കൊച്ചിന് തരുമോ? അതാണ് പറഞ്ഞത്, അങ്ങനെ അറിയില്ല. ഇനി വളർന്ന് പ്രായപൂർത്തിയായി കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? സ്വത്തെല്ലാം അങ്ങോട്ട് എഴുതി മേടിച്ച് കഴിഞ്ഞിട്ട് തന്തേം തള്ളേനെ കൊണ്ടൊരു തള്ളുണ്ട് അനാഥാലയത്തിൽ. അപ്പൊ സ്വന്തം മക്കള് വലിച്ചെറിഞ്ഞാലോ? സ്വന്തം മക്കള് തള്ളിയ വിധിയെന്ന് കരുതി സമാധാനിക്കണം, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഇതും വിധിയെന്ന് കരുതി കൂടെ. ഇത് അതുപോലെ അല്ലളിയാ, നമ്മൾ എവിടുന്നോ കിടക്കണം നമ്മളെ മുഴുവൻ അത് ഇതൊക്കെ എഴുതി വെച്ചിട്ട് പിന്നെ കൊച്ചിനെ കൊണ്ടുവന്ന് വളർത്തി വലുതാക്കി എന്തിന് ഇത്ര സാഹസത്തിന് പോണത്? അല്ല ഇപ്പൊ അങ്ങനെ പറയണെങ്കിൽ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ പൊന്നു പോലെ പോറ്റി വളർത്തിയിട്ട് അച്ഛനെ അവൻ തിരിഞ്ഞു നോക്കാത്ത മക്കളും ഇല്ലേ? പിന്നെ അവനെ പോലെ എൻ്റെ അങ്ങോട്ട് നിങ്ങൾ കയറി പിടിക്കണ്ട. ഞാൻ എൻ്റെ അപ്പനെ അമ്മയൊക്കെ വിളിക്കുന്നുണ്ട്, ഞാൻ അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, ഇടയ്ക്ക് പോയി കാണുന്നുണ്ട് കേട്ടാ. അളി എന്തായാലും ഇതിനൊരു എതിരൊന്നും പറയാൻ നിൽക്കല്ലേ. അത് അളിയന്റെ കൂടെ ഞാനിത് പറയണത് നല്ലതിന് വേണ്ടിയാണ്. ഇപ്പൊ ഇത് നല്ലതല്ല. നിങ്ങൾ വല്ല അമ്പലത്തിൽ അവിടെ എവിടെയെങ്കിലും പോയി പ്രാർത്ഥിക്കുക. നമുക്ക് സ്വന്തമായിട്ടൊരു കുട്ടി ഉണ്ടാവണതാണ് നല്ലത്. ഇനി പോകാൻ അമ്പലങ്ങളില്ലളിയാ, കാണാത്ത ഡോക്ടറും ഇല്ല, നമ്മൾ എന്ത് ചെയ്യാനാ? മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് വിളിച്ചാക്കും. ഞാൻ ഇത് നല്ലതല്ലെന്ന് എനിക്ക് പറയാനുള്ളൂ. എടാ ഞാൻ പറയണത് നല്ലതിന് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഒരു കാര്യം പോസിറ്റീവ് തങ്കം പറയാനുള്ള കാര്യങ്ങൾ പറയട്ടെ. അതെന്താ ഞാൻ പറഞ്ഞ പിന്നെ അവർക്ക് അറിയാന്ന് പറഞ്ഞാൽ അനുഭവിക്കും. അത്ര അപ്പോഴേ നീ കാണൂല, ഞങ്ങളെ കാണും. ഓ ഇവിടെ എല്ലാരും കാണും. നീ പോ, നീ അവന്റെ കാര്യം നോക്കാതെ കാര്യം ചെയ്യും. അപ്പൊ നാളെ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഒരു അപേക്ഷ എഴുതി കൊടുക്കും. പിന്നെ നമുക്ക് ബാക്കി നമുക്ക് തീരുമാനിക്കാം. നടക്കുകളിയാ, നമുക്ക് ശരിയാക്കി എടുക്കാം. അതിനുള്ള ആൾക്ക് നമ്മളതിലുണ്ട്. ശരി എന്നാ. ഓക്കേടാ വലിയ ഉപകാരം. ഇറങ്ങണേ. ശരി. ചുമ്മാ കളിക്കരുത് കേട്ടോ. എനിക്ക് ഒരു വക മിണ്ടി കൊടുത്താൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് കുടുംബത്തിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്. എന്ത് കാര്യം പറയട്ടെ, മുടക്ക് 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 അവൻ എന്തോരം വിഷമം ഉണ്ടാവും. ഞാൻ എന്തിനാണ് മുടക്കിയെന്നുള്ളതിനെ കുറിച്ച് നിനക്ക് വല്ല ബോധമുണ്ടോ? ഈ ഇരിക്കുന്ന പിഞ്ചിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചാടി നോക്ക്. അവക്ക് എന്ത് കുഴപ്പം? അവക്ക് എന്ത് കുഴപ്പം? അവളെ കുറിച്ച് ചിന്തിക്കേണ്ട അവനല്ല, നിങ്ങളാ. അതെ, ഇപ്പോ അവനും അവളും ഒക്കെ ഉണ്ടല്ലോ, ഈ കൊച്ചിനെ എന്ത് സ്നേഹത്തോടെയാണ് നോക്കണമെന്ന് അറിയാമല്ലോ. കൊച്ചിന്റെ അപ്പൊ ഒരു ആവശ്യം എന്ന് പറഞ്ഞാണ്ടല്ലോ, ഇപ്പൊ നമുക്ക് പോകാൻ പറ്റില്ലേ, അവൻ പോകും സ്കൂളിൽ ഫീസ് അടയ്ക്കാനോ അല്ലെങ്കിൽ PTA മീറ്റിങ്ങിനോ. ഇനി അവർക്കൊരു കുട്ടി വന്ന് നോക്കട്ടെ, അവൻ ഇതിനെ തിരിഞ്ഞു നോക്കൂല. അപ്പൊ നമ്മൾ പകരത്തിന് പകരം അങ്ങ് ചെയ്യും. ഇത്ര നാൾ അവൻ ഇവളുടെ കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ആ കൊച്ചിന്റെ കാര്യം നോക്കും. അപ്പൊ ഇതൊക്കെ പോട്ടടി. എവിടെ കിടക്കണ ഒരു കൊച്ച്, ആരതാണ്, എന്താണ്, എവിടെ നിന്ന് എടുത്തോണ്ട് വരണയാണ്, അതിന്റെ സംസ്കാരം എന്താണെന്നാണ്, അതിന്റെ പെരുമാറ്റമൊക്കെ വെറും കച്ചടമായിരിക്കും ഇങ്ങനെയുള്ളതൊക്കെ. അതേ കൊണ്ട് ഇവിടെ കൊണ്ട് ഇട്ടാ നമ്മളെ എല്ലാം പോകും, നമ്മളെ സംസ്കാരമായിട്ട് യോജിച്ച് പോകില്ല. ക്ലീറ്റോ വളർന്നിങ്ങനെ കൊന്ന പത്തിരി പോലെ ആയല്ലോ. ഇത്ര നല്ലതായിട്ട് ക്ലീറ്റോ ഞങ്ങളുടെ കുടുംബത്തിന്റെ സംസ്കാരത്തിനനുസരിച്ചാ പെരുമാറുന്നത്. എന്നിട്ട് ഞങ്ങൾ സഹിച്ചില്ലേ? ഞാൻ മാങ്ങാന്ന് പറയുമ്പോ നീ തേങ്ങാന്ന് പറയരുത്. ഞാൻ പറയും ഇങ്ങനെയാണ്. എന്തെങ്കിലും ആവശ്യമുള്ള കാര്യം പറഞ്ഞാൽ അത് നീ അതിന്റേതായ സെൻസിൽ എടുക്ക് തങ്കം. ഇപ്പൊ എന്താ പ്രശ്നം എന്താന്ന് ഞാൻ ഈ ചോദിക്കണേ. മോനെ നീ അകത്ത് പോയിട്ട് ഇങ്ങോട്ട് വന്നേ, ഇരിക്ക് പറയാം. നീ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്ക്. എന്ത് ഇരിക്കൊന്നും വേണ്ട പറഞ്ഞു. അതെ, ഞാൻ പറയണ കാര്യം സമാധാനമായിട്ട് കേൾക്കണം. ഇപ്പൊ അവനൊരു കുട്ടിയെ വേണം, പക്ഷേ ദൈവം അവനായിട്ടൊരു കുട്ടിയെ കൊടുത്തിട്ടില്ല. അവർക്ക് കുട്ടികളുണ്ടാവില്ല എന്ന് വെച്ചിട്ട് നമുക്ക് കുട്ടികളുണ്ടാവുമല്ലോ ഇല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, ഒരു കുട്ടിയെ ജന്മം നൽകി അവനങ്ങ് കൊടുക്കാം. അവനതിനെ വളർത്തുകയോ അതിനെ സ്കൂളിൽ പഠിപ്പിക്കുകയോ വലുതാക്കുകയോ കെട്ടിക്കുകയോ സ്വത്ത് മുഴുവൻ എഴുതി കൊടുക്കുക, എന്ത് വേണമെന്ന് വെച്ചാൽ ചേട്ടാ, ഞാൻ ഒന്നിനും ഇടപെടാൻ പോകില്ല. അപ്പോൾ പ്രശ്നം തീരുമല്ലോ. അതാകുമ്പോൾ എന്താണ്, നമ്മുടെ സംസ്കാരത്തിനൊത്തതും കുടുംബത്തിൽ നിന്നും നമ്മുടെ രക്തത്തിൽ നിന്നുള്ള കുട്ടിയല്ലേ കിട്ടുന്നത്. അവന് വിഷമതായിരുന്നല്ലോ, ആരിപ്പോൾ അവൻ അറിയാനുള്ള ആരെങ്കിലും കുട്ടിയെ കൊടുക്കുന്നു. ഞാൻ കൊടുക്കൂടി എൻ്റെ അളിയന് വേണ്ടിയിട്ട്, എനിക്കൊരു കുഴപ്പമില്ല, അതിനെ വളർത്തിക്കോട്ട്. അതാണ് നമ്മുടെ സംസ്കാരമായിട്ട് ഒത്തുചേരും. എന്താണ് നിൻ്റെ അഭിപ്രായം, പറ. ഇതിന് മറുപടി പറയാനേ എൻ്റെ സംസ്കാരം അനുവദിക്കില്ല. വലിയ സംസ്കാരമുള്ള കുടുംബക്കാർ. ഞാൻ എന്തെങ്കിലും നല്ലത് ചെയ്യാന്ന് വെച്ചാൽ ആർക്കും വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട, പിന്നെ എനിക്കെന്താ എന്ന് വെച്ചാൽ ഞാൻ വെറുതെ ഇരിക്കുന്നതോട് ആരും വിചാരിക്കും വേണ്ട, ഞാനിത് പൊളിക്കും. അല്ല അവിടെ ഒരു കൊച്ചു വരുന്ന നിനക്കെന്താ ഇത്ര വലിയ പ്രശ്നം? എനിക്ക് കുഴപ്പമുണ്ടടാ. എന്ത് പ്രശ്നം? അതെ, ഇത് എൻ്റെ തക്കിളിമോൾ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ട സ്വത്താ. അത് വേറൊരു കുട്ടിയും കൂടെ അനുഭവിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിനക്കെപ്പോഴും ഈ സ്വത്തിന്റെ വിചാരമല്ലോ. അത് മാത്രമല്ല, പിന്നെ കൊണ്ടുവരുന്ന ഒരു ആൺചെറുക്കനാണെങ്കിലേ എൻ്റെ തക്കിളിമോളുടെ ഭാവി എന്താവും? എന്റെ അളിയ അതൊരു പൊടി കൊച്ചല്ലേ അളിയ, അതൊക്കെ വളർന്നു വരാൻ സമയം എടുക്കൂലേ?
ഇപ്പോഴത്തെ പുതിയ തലമുറയൊന്നും അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമൊന്നുമില്ല. എല്ലാം കള്ളും കഞ്ചാവും ഒക്കെയാണ്. എടേ നീ വിഷമിക്കണ്ട, ഞാൻ ഒരു കാര്യം പറയട്ടെ. ആപ്ലിക്കേഷൻ കൊടുത്തെന്ന് പറഞ്ഞ് ഉടനെ കിട്ടത്തൊന്നുമില്ല. എടാ നമ്മുടെ മറ്റേ വിനോദ് കൊടുത്തിട്ട് 5 വർഷമായി ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നാണ് ഇപ്പൊ കനക അങ്ങോട്ട് കൊണ്ട് കൊടുത്താൽ എടുത്ത് കൊടുക്കാതിരിക്കില്ലേ? ഇത് വിനോദ് കൊടുത്ത പോലെ അല്ല, ഇതിന്റെ പിന്നിൽ ആളുണ്ട്. ആര്? ആ, എന്റെ ശത്രു അമ്പിളിക്കുട്ടൻ. അവന്റെ സ്വാധീനം ഉപയോഗിച്ചിട്ടാണ് അവൻ അപേക്ഷ കൊടുത്തേക്കണേ. അമ്പിളിക്കൂട്ടം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും നമുക്ക് ഈ അപേക്ഷ ഓഫീസിൽ നിന്ന് പൊക്കണം. അതിനെന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറയും. അല്ലെ അപേക്ഷ പൊക്കാൻ വഴിയുണ്ട്, നമുക്ക് ആളും ഉണ്ട്. പക്ഷെ ഇച്ചിരി ചിക്കിലി ഇറക്കണം. പൈസ ഇറക്കുവോ? പൈസ പ്രശ്നമല്ല. എങ്ങനെ അപേക്ഷ പൊക്കി തരുമെങ്കിൽ പൈസ ഞാൻ പ്രശ്നമാക്കണില്ല. എങ്ങനെ പൈസ മറിയാം? പൈസ പ്രശ്നമല്ലല്ലോ. ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ റെഡി ആയിക്കോട്ടെ. ഓക്കെ, പൈസ റെഡി ആക്കി. ഓക്കെ, പൈസ ഞാൻ റെഡി ആയിക്കോ. എങ്കിൽ പിന്നെ ഒരു ജ്യൂസ് വാങ്ങിച്ചാ, ഒരു ജ്യൂസ് വാങ്ങിച്ചോടെ രാവിലെ വിളിച്ചു വരുത്തിട്ട്. ഇങ്ങനെ ചൂഷണം ചെയ്യല്ലേ കേട്ടോ. നീ രാഷ്ട്രീയക്കാരെ ചൂഷണം ചെയ്യും പോലെ ചെയ്യല്ലേ. പിന്നെ എങ്ങനെയൊക്കെ ഉള്ള കോള് കിട്ടുമ്പോഴല്ലേ കിട്ടത്തോളൂ. വാ, ഉറപ്പെട്ടും വിചാരിച്ച കാര്യം നടക്കുമല്ലോ. പക്ഷെ നടക്കൂലേ? നീ എന്തോന്ന് പറഞ്ഞു? അല്ല, ഈ പറഞ്ഞ ആള്, ഈ സെറ്റപ്പൊക്കെയുള്ള ആള് പൈസയൊക്കെ വാങ്ങിക്കോ? എല്ലാം വാങ്ങിക്കുന്ന ആരാളിയാ പൈസ വാങ്ങിക്കുക? തളി ഇങ്ങോട്ട് വന്നേ. അതിന്റെ രീതിക്കൊന്നും കുറുപ്പേട്ടോ, കുറുപ്പേട്ടോ, കുറിപ്പേട്ടോ. ഇതാര്? നമസ്കാരം നമസ്കാരം. അൻസാറേ, എന്തൊക്കെയുണ്ട് വിശേഷം? എവിടെയാണ്? നമസ്കാരം നമസ്കാരം. ചേട്ടാ, ഇതാണ് ഞാൻ പറഞ്ഞ ആള്. പാലായില. ഇവിടെ ഇപ്പൊ ഒരു പൊതുപ്രവർത്തകനായിട്ട് കുറെ വർഷമായിട്ട് ഇപ്പൊ ഇവിടെയാണ് ഞാൻ. ഇവിടെ തന്നെ. അപ്പൊ അൻസാറ് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതൊന്ന് ഒന്നും പേടിക്കണ്ട, ആ ഫയലിന് വെളിച്ചം കാണില്ല. ഞാൻ ഏറ്റത്. അത് മതി. സത്യം പറഞ്ഞ ഞങ്ങൾ അങ്ങനെ ആകെ ഒരു പ്രതിസന്ധിയിലായിരുന്നേ. അതെ ഉൾപ്പെട്ട സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മൾ ഈ ജ്യോതിഷ വിധി പ്രകാരം ജ്യോതിഷം നോക്കിയിട്ട് പറഞ്ഞത് ഇപ്പൊ പെട്ടെന്നൊരു കുട്ടി നമ്മുടെ ആ തറവാട്ടിലേക്ക് വരുന്നത് അത്ര നല്ല ലക്ഷണമല്ല. അത് ഒരുപാട് കുഴപ്പങ്ങൾക്കൊക്കെ സാധ്യതയുണ്ടെന്ന്. പക്ഷെ എന്റെ അളിയൻ പൊട്ടനത് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. അവൻ എത്രയും പെട്ടെന്ന് ഒരു കുട്ടിയെ ദത്തെടുക്കണമെന്ന്. അത് നമ്മൾ ഈ അങ്ങനെയൊക്കെ വന്നാൽ എങ്ങനെ ചെയ്യും ചേട്ടാ? ഇതേ ജ്യോതിഷത്തിന്റെ കാര്യമാണ്. വളരെ ശ്രദ്ധയോടുകൂടി നിന്നില്ലെങ്കിൽ പണി എവിടെ എങ്ങനെയൊക്കെയാണ് വരണമെന്ന് പറയാൻ പറ്റത്തില്ല. വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യണം കേട്ടാ. അത് പിന്നെ അൻസാറ് എന്നൊരു കാര്യം പറയുമ്പോഴേ നമുക്കത് വേണ്ടെന്ന് പറയും ഒന്ന് മാറ്റിവെക്കാൻ പറ്റത്തില്ല. കാരണം ഞങ്ങൾ തമ്മിലൊരു ബന്ധം അങ്ങനെയുണ്ട്, പഴയ ഒരു ബന്ധം അങ്ങനെയുണ്ട്. ആ ഫയലിന്റെ കാര്യല്ലേ അതിനി നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട, ഒരു വ്യാകുലതയും വേണ്ട കേട്ടാ. അപ്പൊ അങ്ങനെ തന്നെ പറഞ്ഞ പോലെ തന്നെ കേട്ടാ, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട്. ആ, പേരെന്താന്നാ പറഞ്ഞ? അതല്ല, അപേക്ഷ കൊടുത്ത ആളില്ലേ? കനകൻ. ഓക്കെ, ധൈര്യമായിട്ട് വെക്കും, ഒരു പ്രശ്നമില്ല. ആ, പിന്നെ അൻസാറല്ലേ എന്നോട് വന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം. ഞാനെല്ലാം ഭംഗിയാക്കിയേക്കാം. കാര്യം നടന്നിരിക്കും. കാണണം. ശരി ചേട്ടാ. അത് ചതയോടെ ചേർത്തോട്ടല്ലേ? ഇല്ല, അത് ഇങ്ങനെയുള്ളണ്ടല്ലേ ചതയോ. പാവം ആണാവണില്ലല്ലോ. എന്ത് എന്റെ കാര്യം തകപ്പെട്ട നീ വിട്ടതാ? ഈ കാലം നീ ഇവിടെ വിട്ടത്? തന്നെത്താനെ വെട്ടാൻ അറിഞ്ഞൂടാ? ആ, എനിക്ക് അറിഞ്ഞൂടാ. എന്ത് ഞാൻ എന്റെ കാലം അതിനൊക്കെ എന്റെ ക്ലീറ്റോനെ കണ്ടുപിടിക്കണം. എന്താണ്? പിന്നെ ഇങ്ങനെയുള്ള തോന്നിയാസം എന്റെ ക്ലീറ്റോ കാണിക്കൂല. പിന്നെ ഇത് തോന്നിയാസല്ലേ? പോട്, രണ്ടും കൂടി ഇന്ന് ശൃംഗരിക്കണേ. എന്റെ ഭാര്യയുടെ ഞാൻ ഒത്തിരി അടുത്തിരുന്ന് അവളെ കാലിന്റെ നഖത്ത് വിട്ടു തരുന്നതിനോ അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ ഇപ്പൊ നിനക്കെന്താ കുഴപ്പമില്ല? ഒരു പണിയിലേക്ക് എങ്ങോട്ട് വഷ്ടം. നീ എന്താ കുശും പാടി നിനക്ക്? പിന്നെ നഖം വെട്ടണ കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് കുശുമ്പ. ദേ അരി തിരിഞ്ഞതാ, വാ. അരി തിരിഞ്ഞതാ. ഇത് റേഷൻ കട മേടിച്ചല്ലേ? ആ, അപ്പൊ കല്ല് തിരിയേണ്ടി വരും. എന്താണെങ്കിലും തിരിഞ്ഞതാ. എന്ത് നാണാവണില്ല, പുറത്ത് വന്നിരുന്ന് തിരിഞ്ഞാ മതി. സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല. ഞാൻ നിന്നെ ഞാൻ വെട്ടി തരാം. നീ നാഗം കൊണ്ടാ ഞാൻ വെട്ടി തരാം. ഇന്ന് കപ്പ വേണടി? പിന്നെ എന്നും കപ്പയുടെ കപ്പ കൃഷിയല്ലേ? ഞാൻ ശിശുക്ഷേമ വകുപ്പിൽ നിന്ന് വരികയാണ്. നിങ്ങളൊരു അപേക്ഷ കൊടുത്തിട്ടില്ല? അതെ അതെ അതെ. അപ്പൊ അതിന്റെ ഒരു പ്രാഥമിക അന്വേഷണത്തിനായിട്ട് വന്നതാണ്. ശരി ശരി, അതോട്ടിരിക്കാം.
ശിശുക്ഷേമ സാറേ വരണം. അതെ ഓരോ ചായ കുടിക്കുന്നു എന്നിട്ട് നമ്മൾ അപ്പം തന്നെ വിടുന്നു. കടിക്കാൻ തിന്നുണ്ടോ? പിന്നെ കടിക്കാൻ ഉണ്ടടാ. ഈ ചായ കപ്പുണ്ടല്ലോ, ആ കപ്പിന്റെ വക്ക് ഞാൻ കടിച്ചത് കേട്ടാ. കടിയില്ലാതെ അവൻ അങ്ങോട്ടൊന്നും ഇറങ്ങൂല. അയ്യോ തങ്ങോ ചായ കുടിക്കാം. തങ്കം 3 ചായ. ഇല്ലേ ഇവിടെ? കനകനില്ലേ ഇവിടെ? അവിടെ കാണും. ഈ പാവപ്പെട്ടോ അറിയുന്നു അവന്റെ ഫയൽ മുങ്ങിയ കാര്യം. അതൊക്കെ സമയം പറഞ്ഞോളൂ. അല്ല കുറച്ച് ദിവസം കഴിയുമ്പോഴേ കനകം ഫൈനിന്റെ കാര്യം ഒന്ന് അന്വേഷിച്ചാലോ? അത് ശരിയാണല്ലോ അളിയാ. ഇതിപ്പോ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തായാലും അന്വേഷിക്കാൻ പോകില്ല. അപ്പോഴോ അളിയ അവ അന്വേഷിക്കട്ടെ അളിയ. അന്തരം നമ്മൾ വേറെ പണി നോക്കും. ബ്രഹ്മാവനാണ് ആയുസിന് പഞ്ഞം. ആർക്ക് ഈ 3 എണ്ണം? 3 പേരുണ്ട്. 3 ചായ. ഭയങ്കര സന്തോഷം. വേറൊരു കാര്യം, നിങ്ങളല്ലേ പറഞ്ഞ അപേക്ഷ കൊടുത്താ എന്താ കാര്യങ്ങൾ നടക്കൂലെന്നോ നടത്തിക്കൂലെന്നോ അങ്ങനെ കണ്ടൊക്കെ? അതങ്ങനെ തന്നെ. അതങ്ങനെയല്ല. ഇന്ന് അവിടെ നിന്ന് ഒരാള് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. എന്തിനായിരിക്കും? എല്ലാം റെഡി ആയിട്ടുണ്ട്. കൊച്ചിനെ കിട്ടും കനകന്. സാറേ പറയണേ. നടരാജന് പഞ്ചാര ആവാലോ അല്ലെ ചായക്ക്? ചായ വേണ്ട. ചായ വേണ്ട. എന്റെ വക 3 ചായ. കളിക്കാതെ ഫോൺ എടുത്ത് വിളിച്ചേ. അയാൾ പറഞ്ഞ പൈസയും കൊടുത്തിട്ട് ഒരുമാതിരി തെമ്മാടത്തിനാണ് കാണിക്കുന്നത്. എന്താ തമാശ കളിയായത്? വിളിക്കണോ? കുറുപ്പേട്ട, ഞാൻ നിങ്ങളടുത്ത് പ്രത്യേകം പറഞ്ഞല്ലേ കമ്പ്യൂട്ടറിൽ ആപ്ലിക്കേഷൻ എത്തുന്നതിന് മുന്നേ അത് മുക്കണമെന്ന്. എന്നിട്ടാണോ ഇവിടെ അന്വേഷിക്കാൻ ആള് വന്നത്? മുക്കിയെന്നോ? ചേട്ടാ ഫയൽ മുക്കിയിട്ടാണോ ഇന്നിവിടെ അന്വേഷിക്കാൻ ആള് വന്നല്ലോ? ഇവിടെ എല്ലാം ശരിയാക്കിയിട്ട് പോയല്ലോ അവര്. ചേട്ടാ ഞാൻ ആരാ? ചേട്ടാ കനകരാജല്ല, കനകൻ. കനകൻ കനകൻ ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞതല്ലേ. ഇനി നിങ്ങൾ മുക്കണ്ട. ഇനി മുക്കിയിട്ട് എന്താണ് കാര്യം? അളിയ ചെറിയൊരു പ്രശ്നം പറ്റിയ അളിയ. അയാൾ ഫയൽ മുക്കി. പക്ഷെ കനകരാജൻ എന്ന് പറഞ്ഞ ഒരുത്തൻ്റെ ഫയലാണ് മുക്കിയത്. അയാൾ മാറിയില്ലടാക്കോട്ട്. കഷ്ടമാണല്ലേ കഷ്ടം. ഇത്രയും ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരുത്തരെയാണ് നീ ഈ കാര്യം ഏൽപ്പിച്ചത്. അതെ, നിങ്ങളെ രണ്ടുപേരും എന്ത് പദ്ധതി പ്ലാൻ ചെയ്താലും അത് അവസാനം ഇങ്ങനെ കുളമായിട്ട് തീർന്നിട്ടുള്ളൂ. എന്റെ കാര്യം ഗോവിന്ദായിട്ട് എല്ലാം പോയിട്ട്